ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹൈറിച്ചിനെ സംബന്ധിച്ചുള്ള ഒരു കേസ് സെഷൻ കോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും ഉണ്ടായിരുന്നു. അത് ഇന്ന് വാദത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ബഡ്സ് അതോറിറ്റി ഉത്തരവിട്ടിട്ടും പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് അന്വേഷണം ത്വരിതപ്പെടുത്തണം, എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാദങ്ങൾ നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജഡ്ജ് എല്ലാം ഞാൻ വേഗം പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം നടന്നില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ അന്വേഷണമൊന്നും നടന്നില്ല, പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവർ റിപ്പോർട്ടൊക്കെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് സമർപ്പിച്ചിരുന്നതെങ്കിൽ ഇത് CBIക്ക് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇതിൽ വേഗം നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഉണ്ടാവുമായിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ അന്വേഷണം വേഗം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് വിധിയിലൂടെ വന്നിരിക്കുന്നത്. അതേസമയം ഇന്ന് നമ്മുടെ ED കണ്ട് ഒളിച്ചോടിപ്പോയ 2 പേർക്ക് മുൻകൂർ ജാമ്യം വേണമെന്ന് പറഞ്ഞുള്ള കേസും ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ EDയുടെ വിശദമായ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കേസ് 30-ാം തീയതി വരെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ്. 30-ാം തീയതി അതിൽ തീരുമാനമെടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 212ഓളം കോടി രൂപയുടെ സ്വത്ത് വകകൾ ED അറ്റാച്ച് ചെയ്തു എന്നൊക്കെയുള്ളത്. അപ്പോൾ എന്തായാലും EDയുടെ ഭാഗത്ത് നിന്ന് പത്രക്കുറിപ്പായിട്ട്, പ്രസ് റിലീസായിട്ട് ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ വാർത്തകൾ വന്നിട്ടില്ല. എന്തായാലും അടുത്ത ദിവസം തന്നെ അവർ വെബ്സൈറ്റിലും ട്വിറ്ററിലും ഒക്കെ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ് റിലീസിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായി കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ EDയുടെ വരവോടുകൂടി ഒരുപാട് ആൾക്കാർക്ക് നേരം വെളുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനെ സംശയത്തോടുകൂടെ നിന്നവരെല്ലാവരും തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ഇത് തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കേസിലും കാര്യങ്ങളിലൊക്കെ നീങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഒരു വെള്ളക്കടലാസിൽ ആരാലാണോ ഈ ഒരു ചതിയിൽപ്പെട്ടത്, അപ്പോൾ അദ്ദേഹത്തിനെയും ശ്രീറാം പ്രതാപനെയും കക്ഷി ചേർത്തുകൊണ്ട് ഒരു പരാതി നൽകുക, അതിൻ്റെ റെസീറ്റ് കൈപ്പറ്റുക, പരാതിയുടെ കോപ്പിയും റെസീറ്റും തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഹൈറിച്ചുളികൾക്ക് സന്തോഷമായി കാണും. ഇത്തരത്തിലെ ബാക്കിയുള്ളതും കൂടി നമ്മുടെ ജില്ലാ കളക്ടർ വന്നിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ തേച്ചും ഫ്രീസ് ചെയ്ത്, അല്ലെങ്കിൽ മറ്റേ ഇമൂവബിൾ പ്രോപ്പർട്ടീൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തതാണ്. എന്നാൽ ED വന്നിട്ട് പിന്നെയും കുറച്ച് കാര്യങ്ങൾ കണ്ടുകെട്ടുകയും, നമ്മൾ ചിലപ്പോൾ അത് സ്വർണമായിരിക്കാം, അല്ലെങ്കിൽ ബിനാമി പേരിൽ വാങ്ങിയ സ്വത്തുക്കളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ചിലപ്പോൾ EDയുടെ 1.5 ദിവസം നീണ്ടു നിന്ന സെർച്ചിനിടയിൽ കണ്ടെത്തിയിരിക്കുന്നത്. വിലപിടിപ്പുള്ള എന്തും തന്നെ അവർക്ക് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്തത്, എത്ര കോടിയുടെ അസറ്റാണ് അറ്റാച്ച് ചെയ്തത് എന്നുള്ളത് നമുക്ക് നാളെയോ മറ്റോ ഉണ്ടാകുന്ന പ്രസ് റിലീസിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റൂ. എന്തായാലും കമ്പനി ക്ലോസ് ആയിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പറയാൻ സന്തോഷമേ ഉള്ളൂ. ബൈ.